മൺചട്ടി വളരെ നല്ലതാണ് നമ്മളുടെ ഹെൽത്തിനും. അതുപോലെ തന്നെ നമ്മളുടെ പാചകം വളരെ ടേസ്റ്റി ആക്കാനായിട്ട് എന്തൊരു സാധനവും ഇതിലുണ്ടാക്കിയ വളരെ ടേസ്റ്റിയാണ്. പക്ഷേ ഇത് വാങ്ങാനോ ഉപയോഗിക്കാനും വളരെ മടിയാണ് എല്ലാവർക്കും. ഇത് മെഴുക്കിയെടുക്കാനൊക്കെ ഭയങ്കര പണിയാണല്ലേ. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ഇനി നോൺ സ്റ്റിക്ക് പാത്രമേ വാങ്ങിയില്ല, നിങ്ങൾ മൺചട്ടി തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടികൾ പെട്ടെന്ന് ഒരു ബാഡ് സ്മെല്ല് വരിക, നമ്മൾ എന്തുണ്ടാക്കിയാലും അതിലൊരു പെട്ടെന്ന് പൂപ്പൽ വരിക, അതുപോലെ തന്നെ പെട്ടെന്ന് എന്ത് സാധനം ഉണ്ടാക്കിയാലും പെട്ടെന്ന് ചീത്തായി പോകുക, അതുപോലെ ഇത് പുറമേ ഒരു എന്താ പറയുക പൂപ്പൽ പോലെ വരിക, ബാഡ് സ്മെല്ല് വരിക, അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾ കറിവേപ്പില കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ചട്ടിയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടിയിലേക്ക് നേരിയ തീയിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നേരിയ തീയിൽ കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പിടി കറിവേപ്പില ഇട്ടേക്കുന്നത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ പൊടിഞ്ഞ് വരുന്ന രീതിയിലേ അതുപോലെ ചെയ്യുക. 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങൾ ഇതൊന്ന് ചട്ടിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യും തോറും ആ ഒരു ചട്ടിയുടെ ഈടും കൂടും, ബാഡ് സ്മെല്ലും പോകും. അതുപോലെ എന്തുണ്ടാക്കിയാലും അത് പെട്ടെന്ന് ചീത്തായും പോവില്ല, വളരെ ടേസ്റ്റി ആകും. നമ്മളുടെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തൊരു സാധനമാണ് കറിവേപ്പില എന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾ കമൻറ്റ് വഴി അഭിപ്രായം അറിയിക്കുക കേട്ടോ. അതെന്ന് വെച്ചാൽ ചട്ടി നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചാൽ യാതൊരു ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല, പെട്ടെന്ന് കറികൾ ചീത്തായി പോവുക എന്നുള്ളൊരു പ്രശ്നമേ ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു 10 മിനിറ്റ് നമ്മൾ നല്ലപോലെ പൊടിഞ്ഞതിന് ശേഷം 10 മിനിറ്റ് ഇത് വെക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ കൊണ്ട് തുടച്ച് കളഞ്ഞാൽ മതി. കഴുകുകയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഓൾറെഡി കഴുകി വെച്ചതിന് ശേഷമാണല്ലോ ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ടതിന് ശേഷം കഴുകി കളയരുത്. പുതിയ ചട്ടികൾ നമുക്ക് ഇതുപോലെ ഒന്ന് മഴക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മയങ്ങി കിട്ടുന്നതാണ്. പച്ചവെള്ളത്തിൽ ഒരു 2-3 മണിക്കൂർ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മയക്കിയെടുക്കണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇതുപോലെ ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കൊണ്ട് നല്ല ഈട് കിട്ടാനും അതിലുള്ള ആ ഒരു സ്ട്രോങ് ആകാനായിട്ട്, നമ്മളുടെ മൺചട്ടി നല്ല സ്ട്രോങ് ആകാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കളയുന്ന കഞ്ഞിവെള്ളമില്ലേ, കഞ്ഞിവെള്ളം നല്ല തിളച്ച പടി നമ്മൾ ഊറ്റിയ ഉടനെ തന്നെ എടുക്കണം. നമ്മൾ ഗ്യാസ് അടുപ്പിലൊന്നും വെച്ചൊന്നും നമ്മൾ ചൂടാക്കുന്നില്ലല്ലോ. അപ്പോൾ നല്ല തിളച്ച കഞ്ഞിവെള്ളമായിരിക്കണം. അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ നമ്മളുടെ തേയിലപ്പൊടി, ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ച് വെച്ച് ഒരു രാത്രി മൊത്തം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ല ടൈമില്ലെങ്കിൽ ഒരു 4-5 മണിക്കൂർ നിങ്ങളിത് വെക്കുക കേട്ടോ. നല്ല നോൺ സ്റ്റിക്ക് പോലെ പാത്രമായി കിട്ടാൻ, ഈ ഒരു മൺപാത്രം നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ ആയി കിട്ടാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത്. ആ ഒരു മണ്ണിൻ്റെ മണവും ഒരു ചേറിൻ്റെ മണമൊക്കെ ഉണ്ടാവുമല്ലോ. ചില ചട്ടികൾ ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും. ആ ഒരു സ്മെല്ലൊക്കെ പോയിട്ട് നല്ല എന്താ വെട്ടിത്തിളുങ്ങുക എന്ന് പറയില്ലേ, നല്ല നോൺ സ്റ്റിക്ക് പോലെ ആയിട്ട് ചട്ടി കിട്ടാനായിട്ട് ഈ ഒരു പ്രോസസ്സ് നമ്മൾ സഹായിക്കുന്നതാണ്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളമായിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ലതുപോലെ ഞാനിതിപ്പോൾ ഒരു രാത്രി മൊത്തം വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മുട്ടയുടെ തോട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമ്മൾ ഈ ഒരു ചട്ടിയിൽ നല്ലതുപോലെ ഉരച്ചു കൊടുക്കുക. ഉരച്ചു കൊടുത്തതിന് ശേഷം കടലപ്പൊടി ഇട്ട് ഇതുപോലെ എല്ലായിടത്തും ഈവണായിട്ട് നമ്മൾ ഇതൊന്ന് തേച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാഡ് സ്മെല്ല് പോയി നല്ല നോൺ സ്റ്റിക്ക് പോലെ, നമുക്കറിയാലോ മുട്ടത്തോടിൻ്റെ ഗുണം എത്രത്തോളം എന്ന്. നമ്മൾ പാത്രങ്ങൾ കഴുകാനായിട്ട് അടിപിടിച്ച പാത്രങ്ങൾ പോലും കഴുകിയാൽ നല്ല ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് മുട്ടയുടെ തോട്.
അതുപോലെ തന്നെ ആ ഒരു ചട്ടിയുടെ ഈട് കൂട്ടുവാനും ബാഡ് സ്മെല്ല് പോകുവാനും ഒക്കെ നിങ്ങൾ മാസത്തിലൊരിക്കലെങ്കിലും ഇതുപോലെ നിങ്ങൾ മുട്ടത്തോടും അതുപോലെ തന്നെ നമ്മളുടെ കടലപ്പൊടിയിട്ട് ചട്ടി കഴുകിയാൽ വളരെ നല്ലതാണ് കേട്ടോ. നമ്മൾ സോപ്പിട്ട് ഒരിക്കലും ചട്ടി ഇത് കറിച്ചട്ടി കഴുകരുത്, മൺചട്ടി ഒരിക്കലും കഴുകരുത്. കടലപ്പൊടിയോ അതുപോലെ ഇതുപോലെ നമ്മളുടെ മുട്ടയുടെ തോടും ഒക്കെ കൊണ്ട് കഴുകിയാൽ വളരെ നല്ലതാണ്. മുട്ടയുടെ തോട് എടുക്കുമ്പോൾ നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ മെത്തേഡല്ലേ. നമുക്ക് ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി എടുത്തതിന് ശേഷം നല്ലതുപോലെ തുടച്ചെടുക്കുക കേട്ടോ. ഒരു തരി വെള്ളമില്ലാതെ തന്നെ നല്ലതുപോലെ തുടച്ചെടുക്കുക. നമ്മളിപ്പോൾ ഗ്യാസിൽ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നേരിയ തീയിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മളിത് ഗ്യാസ് ഒന്നും ചെയ്യാതെ തന്നെ ഗ്യാസിൽ വെക്കാതെ തന്നെ ചെയ്യുന്നത് കൊണ്ട് നല്ല കോട്ടൺ തുണി കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലെണ്ണ എടുക്കാം. നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ എടുത്താൽ മതി. നല്ലെണ്ണയാണ് ഇത്തിരി ബെറ്റർ കേട്ടോ. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടിയിലും മേളിലും എല്ലാം ഈവണായിട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതുപോലേക്ക് മെഴുക്കി എടുത്തു കഴിഞ്ഞാൽ കാലങ്ങളായാലും ആ ഒരു ചട്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ കാരണവന്മാർ മെഴുക്കി എടുത്ത് കൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം മെഴുകി കിട്ടുന്നെന്ന് പറഞ്ഞ ചട്ടിയൊക്കെ നമുക്ക് കിട്ടും, പക്ഷെ അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാറില്ല. അവർ മെഴുകിയതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ഉപയോഗിക്കുമ്പോൾ അത് വിട്ട് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചട്ടി ഞാൻ നല്ല വെയിലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഉച്ചയുടെ ഫുള്ള് വെയിൽ, ഒരു 10 മണി മുതൽ ഒരു 2, 2:30, 3 മണി വരെയും നിങ്ങൾ ഈ ഒരു ചട്ടി അത് വെയിലത്ത് വെച്ച് കൊടുത്താൽ മതി. അതുകൊണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു എണ്ണയൊക്കെ വലിച്ചെടുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല നോൺ സ്റ്റിക്ക് പോലെ ആയി കിട്ടാനായിട്ട് സഹായിക്കും. ഇനി വെയിലത്ത് വെക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ചട്ടിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എണ്ണ മൊത്തത്തിൽ ഞാൻ തേച്ച് നല്ലതുപോലെ മറ്റേ ചട്ടിയിലെ പോലെ തന്നെ അടിയിലും മേളിലൊക്കെ തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ പുകഞ്ഞ് ഇതുപോലെ വരണം. നല്ല പുകഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല പോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ച് 2-3 പ്രാവശ്യം കൊടുക്കണം കേട്ടോ. നമ്മളിത് വെയിലത്ത് വെച്ചതും നമ്മളുടെ ഗ്യാസ് അടുപ്പിൽ വെച്ചും ചട്ടി നല്ല സൂപ്പറായിട്ട് മയങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് യാതൊന്നും ചെയ്യേണ്ട, ഇത്രയും ചെയ്താൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ ഇനി മൺചട്ടി തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുമെന്ന് വെച്ചാൽ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടികൾ എപ്പോഴും എല്ലാ ചട്ടികളും ഉപയോഗിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുത്ത ചട്ടി, ഇത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചട്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൽ പൂപ്പൽ മണമോ ചീത്താകാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക കേട്ടോ. ഇതുപോലെ നമ്മൾ ബ്രൗൺ പേപ്പറിലോ അല്ലെങ്കിൽ നമ്മളുടെ ന്യൂസ് പേപ്പറിലോ, ബ്രൗൺ പേപ്പറാണ് ബെറ്റർ, ഇതുപോലെ പൊതിഞ്ഞ് വെക്കുക. നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഇതുപോലെ ബ്രൗൺ പേപ്പേഴ്സ് ആണല്ലോ. അപ്പോൾ അത് ഇതുപോലെ ചട്ടിയിൽ നല്ല ക്ലീനാക്കി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എടുത്താലും അത് പുത്തനായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചട്ടിയിൽ നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കിയാലോ. മുട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. അതുകൊണ്ടാണ് മഞ്ഞ കളറ്. ഇനി അത് നിങ്ങൾ ചോദിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നത്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടും നമ്മൾ മുട്ടയപ്പത്തിൽ. അപ്പോൾ മുട്ടയപ്പം ഞാനിതിൽ ഉണ്ടാക്കി കാണിച്ച് തരുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് നോൺ സ്റ്റിക്ക് പോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നത്. കണ്ടില്ലേ, നിങ്ങൾ നോക്കിക്കോളൂ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ചെയ്തു നോക്കണം. എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലുള്ള ചട്ടികളിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കുക. ഇതിൽ വെള്ളയപ്പം ചൂടാം, മുട്ടയപ്പം ചൂടാം, ഏതൊരു നോൺ സ്റ്റിക്കിൽ ചെയ്യുന്ന ഏതൊരു കാര്യവും, ഈവൻ നമുക്ക് മീൻ വറുത്ത് വരെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.